നമസ്കാരം. ഗസ്റ്റ് ടൈമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻട്രൻസ് എക്സാമുകളും അത് സംബന്ധിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സിനെ പറ്റിയും വിവിധ എൻട്രൻസ് എക്സാമുകളെ പറ്റിയും ആധികാരികമായി സംസാരിക്കാൻ കഴിഞ്ഞ 28 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സെഫയർ കോച്ചിങ് സെൻറ്ററിലെ അധ്യാപകരാണ് ഇന്ന് ഗസ്റ്റ് ടൈമിൽ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. ആദ്യമായി സെഫയർ കോച്ചിങ് സെന്ററിന്റെ ഫൗണ്ടറും ചെയർമാനുമായ ഡോക്ടർ വി സുനിൽകുമാർ. നമസ്കാരം. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ ഡോക്ടർ ജി അജിത് കുമാർ. നമസ്കാരം. ബയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ പ്രൊഫസർ എം ജയപ്രകാശ് സർ. നമസ്കാരം. നമുക്ക് എല്ലാ വർഷവും ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 2024 വെച്ച് നോക്കുമ്പോൾ 2025 എൻട്രൻസ് എക്സാമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ ഈ എൻട്രൻസിൻ്റെ ആൾ ഇന്ത്യ രീതി 2003 തൊട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടഫായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ എക്സാമിനേഷൻ്റെ രീതിയൊക്കെ മൊത്തം മാറി. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി. NCERT ബുക്കിൻ്റെ അകത്തുള്ളത് മാത്രമേ ചോദിക്കാറുള്ളൂ. അതായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇതിൻ്റെ വിപരീതമായി ഇപ്പോൾ 2025 വളരെ ടഫായിട്ടായിരുന്നു എക്സാം നടങ്ങിയത്. പക്ഷേ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ പരീക്ഷ ഭയങ്കര ടഫായി കഴിഞ്ഞു. ഒരു പേടി വന്നു. പ്രത്യേകിച്ച് ഇന്ന സബ്ജക്റ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്. പക്ഷേ നമ്മൾ വളരെ ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ അകത്ത് 45 ക്വസ്റ്റ്യനാണുള്ളത്. അതിൻ്റെ അകത്തൊരു 35ൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഒരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യത്തെ 10 ഭയങ്കര ടഫായിരിക്കും. അവൻ വിചാരിച്ച് ഇതോടെ എല്ലാം തീർന്നു, ഇനിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഉള്ളിലോട്ട് കടന്നു വരുമ്പോഴാണ് അറിയുന്നത് കുറേ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും ഒരു പാനിക് ആയിട്ടുണ്ടാവും കുട്ടികൾ. അപ്പോൾ കെമിസ്ട്രിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ, നല്ല ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അത് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒന്ന് മനസ്സിരുത്തി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്കത് ഹാൻഡിൽ ചെയ്യാനും പറ്റും. കാരണം അത്രത്തോളം നല്ല ഡെപ്തിൽ നമ്മുടെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കെമിസ്ട്രിയിൽ NCERT ടെക്സ്റ്റ് ബേസ്ഡ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. പക്ഷേ NCERT ടെക്സ്റ്റിനുള്ളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുകൂടെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങളും ഇൻ്റർ കണക്റ്റിംഗ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു. അത് ഒരു ചെറിയൊരു പരിധി വരെ മാത്രമേ കെമിസ്ട്രിയെ യഥാർത്ഥത്തിൽ ഇത് ബാധിച്ചിട്ടുള്ളൂ. എങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും. സാർ, ഇപ്പോൾ ബയോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നീറ്റ് പോലെയുള്ള ഒരു എക്സാമിനേഷന് 50% ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നാണ്. പൊതുവേ വിദ്യാർത്ഥികൾക്ക് ബയോളജി വളരെ എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് ബയോളജിക്ക് മാക്സിമം സ്കോർ ചെയ്താൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും വരുന്ന പോരായ്മ ഒരു പരിധിവരെ അവർക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ പൊതുവേ ബയോളജിയിൽ ഫുൾ സ്കോർ ചെയ്യാൻ 360 മാർക്കിൽ 360 മാർക്കും ബയോളജി സ്കോർ ചെയ്യാൻ ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പക്ഷേ ഈ വർഷത്തെ നീറ്റിൽ ബയോളജിയിലെ ചോദ്യങ്ങൾ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എളുപ്പമാണ്. പക്ഷേ കൂടുതൽ ആലോചിച്ചെഴുതേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ ചോദ്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് 2-3 മിനിറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ലാഗ് ചെയ്തു. അപ്പോൾ ചിന്തിച്ച് ആലോചിച്ചെഴുതേണ്ട ചോദ്യങ്ങൾ ഇപ്രാവശ്യത്തെ ബയോളജിയിൽ കൂടുതൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ടൈം മാനേജ്മെൻറ്റ് അവർക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർക്ക് ബയോളജി ഒരുപക്ഷെ ഫുൾ സ്കോർ ചെയ്യാൻ പലർക്കും സാധിച്ചില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ പിള്ളേർക്ക് കുറച്ചൊരു പാനിക് മോഡിലേക്ക് ആക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാരണം പറ്റിയിട്ടുണ്ടായിരിക്കും തോന്നുന്നു. ഈ ഒരു ചേഞ്ച് ശരിക്കും ഒരു അഭികാമ്യമായിട്ടുള്ളൊരു ചേഞ്ച് ആണോ? തീർച്ചയായിട്ടും ഉള്ള. കാരണം നേരത്തെയൊക്കെ കുട്ടികൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എവിടെയെങ്കിലുമൊക്കെ കുറച്ചൊക്കെ പഠിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റാമെന്ന്. പക്ഷേ ഇപ്പോഴതല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ടഫായിരിക്കുന്നത് നല്ല കാര്യമാണ്. അവരത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരാൾക്ക് കയറി വരാൻ പറ്റില്ല. പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ലെവലിൽ കുട്ടികളെ നേരത്തെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഇതാണ്. പക്ഷേ അതോടൊപ്പം വേറൊരു പ്രശ്നമുള്ളത്, നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ ആ ലെവലിൽ ചിന്തിക്കാറില്ല. പക്ഷേ അവരെയും കൂടെ നമ്മൾ അതിലോട്ട് കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അവർ മിടുക്കരാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അകത്തുള്ള കുട്ടികളെല്ലാം ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്ക് അതേ രീതിയിലൊന്ന് കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് അവർക്കും ഈ കോമ്പറ്റീഷനിൽ വളരെ മുമ്പിലെത്താൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ
അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി സ്റ്റുഡൻസ് തന്നെ അവിടെ എത്തണം. അതിന് തീർച്ചയായിട്ടും ഈ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഭികാമ്യം തന്നെയാണ്, തീർച്ചയായിട്ടും അതെ. അതിനനുസരിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ് ഇനി വരും കാലങ്ങളിൽ യഥാർത്ഥത്തിൽ ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ എക്സാമിൻ്റെ കാര്യം എടുത്തു, അതിൽ എത്രത്തോളം പാനിക് ആക്കുന്നു, ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് ഒക്കെ വരുത്തുന്നു. എൻട്രൻസ് എക്സാമിൻ്റെ കേസിൽ ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ ഈ 2025 നീറ്റിൻ്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ടഫ്നെസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളത്. റിസൾട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് കേരളത്തിൻ്റെ അകത്ത് ടോപ്പ് മാർക്കുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്രാവശ്യം എന്ന് പറയുന്നത് ആദ്യത്തെ 200 റാങ്കുകൾക്കുള്ളിൽ കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ 2 പേരാണ്. മുൻകാലങ്ങളിൽ അത് 12 പേരോ 15 പേരോ ഒക്കെ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ നിന്ന് 2 പേരായിട്ട് അത് ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു 600 മാർക്കിന് മുകളിലുള്ള കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ വലിയൊരു വേരിയേഷൻ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 7700-ൽ പരം കുട്ടികൾ 600 മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കുട്ടികൾ 100-ൽ താഴെ, ഒരുപക്ഷെ 70-ൽ താഴെ കുട്ടികളാണ്. അതിൻ്റെ 10-ലൊന്നോ 100-ലൊന്നോ ആയിട്ട് അത് ചുരുങ്ങുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അത് ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യനിലെ വേരിയേഷൻ അത് അത്രത്തോളം അവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് തീർച്ചയായിട്ടും ലെവൽ കുറയ്ക്കേണ്ടതല്ല ആവശ്യം. ആ ലെവലിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ടതാണ് ഇനി കാലങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. മത്സര പരീക്ഷകളിൽ മാർക്കിനല്ല പ്രാധാന്യം, റാങ്കിനാണ്. പക്ഷേ ബോർഡ് എക്സാമിനേഷൻ അങ്ങനെയല്ല. സാധാരണ ഒരു ബോർഡ് എക്സാമിനേഷൻ കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നത് ഫുൾ A+ ഉണ്ടോ, ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ. എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആരും ചോദിക്കത്തില്ല നീ ജയിച്ചോ തോറ്റോ, A+ ഉണ്ടോ ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ. ചോദിക്കുന്നത് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ ലഭിക്കാനുള്ള റാങ്ക് ഉണ്ടോ എന്നേ ചോദിക്കുള്ളൂ. അപ്പം മത്സര പരീക്ഷകൾ എത്ര ടഫാണെങ്കിലും നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻസ് ടഫാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ മനസ്സിലൊരു പേടി ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു പേടി വരുത്താനും അതിനൊരു കാരണം ട്രെയിനിങ്ങിൻ്റെ എന്തെങ്കിലും കുറവാണോ? കാരണം നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാനായിട്ട് ഒരു എലിജിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ കോച്ചിങ്ങിൻ്റെ ഒരു ഇത്. അതിനൊരു ട്രെയിനിങ്ങിൻ്റെ കുറവുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത്? ഇപ്പോൾ എൻട്രൻസ് എന്ന് പറയുന്നത് നമ്മൾ കോച്ചിങ്ങിന് പോകുന്നത് ടൈം മാനേജ് ചെയ്യാനാണ്. ചിലപ്പം കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, സബ്ജക്റ്റ് കംപ്ലീറ്റ് അറിയാം, ആ ടൈം കൊണ്ട് എടുക്കണം, അതിന് വേണ്ടിയാണ്. പക്ഷേ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ തുറന്ന് നോക്കുമ്പോൾ ആദ്യത്തെ 10 ടഫായിരിക്കും. പക്ഷെ നമ്മളവിടെ ചെയ്തു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ 10 വിട്ടിട്ട് 11-ന് തുടങ്ങാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്നുള്ള സബ്ജക്റ്റ് ഏതെങ്കിലും പേപ്പറിൽ ഏതെങ്കിലും പേജിൽ കാണും, അവിടെ നിന്ന് തുടങ്ങി ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നാലും ഇത് എഴുതാൻ പറ്റും. ഒരു കോൺഫിഡൻസ്, ഞാൻ ഇത്രയും ചെയ്തു, കുഴപ്പമില്ല. രണ്ടാമതൊരു കാര്യം സംഭവിക്കണമെന്ന് വെച്ചാൽ കുട്ടി ക്വസ്റ്റ്യൻ പൊട്ടിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയോ എന്നുള്ള ഒരു തോന്നലുണ്ടാകുകയാണ്, ഞാൻ തീർന്നു ഇതോടെ എന്നാണ്. പക്ഷേ ഒരാൾക്ക് ടഫാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ടഫാണ്. സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ചുറ്റുള്ളതാണ് നോക്കുക, എല്ലാവരുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് മുഖത്തിരിക്കുന്നത്, അവരെങ്ങനെ നോക്കണം, ഇവരെ നോക്കും. അതിന് പ്രോപ്പർ ട്രെയിനിങ് അത്യാവശ്യമാണ്. അതിനൊരു നല്ല കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും കോച്ചിങ് വളരെ അത്യാവശ്യമാണ്. കോച്ചിങ്ങിൽ പിഴവ് എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ. അവിടെ കുട്ടികൾ അത് ശീലിച്ച് വരുന്നത്, പ്രത്യേകിച്ചും ലോവർ ക്ലാസ് മുതൽ തന്നെ നമ്മുടെ പല പരീക്ഷാ സമ്പ്രദായങ്ങളിലും കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുട്ടിയുടെ ആ ന്യൂമറിക്കൽ എബിലിറ്റി അത് സ്വാഭാവികമായിട്ട് താഴേക്ക് പോകുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപക്ഷെ അത് ഒരു വലിയൊരു പരിധിവരെ ഘടകമായിട്ട് വന്നിട്ടുണ്ടാവാം ഈ കാൽക്കുലേറ്ററിൻ്റെ ഉപയോഗം. അത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് സിലബസിൽ കുട്ടികൾക്ക് കാൽക്കുലേറ്റർ വെച്ച് എക്സാം എഴുതാം. പല മൾട്ടി സ്റ്റെപ്പ് ചെയ്യേണ്ടി വരുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് അത്ര പരിചിതമല്ലാത്ത, എന്നാലും പരിചിതം തന്നെയാണ്. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ലെവൽ നല്ലതാണ്. പ്രിപ്പറേഷൻ്റെ ഒരു കുറവും കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പാനിക്കാവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് മറികടക്കാൻ എന്തോ കേരളത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ സംഭവിച്ചത്. അതിനി വരുംകാലങ്ങളിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇനി ചിന്തിക്കേണ്ടി വരുന്നൊരു സാധനം. ഇപ്പം നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതിനേക്കാളും ഇപ്പോൾ ഈ ടൈം മാനേജ്മെൻ്റ് എല്ലാം നമ്മൾ മുന്നത്തെ ക്ലാസ് തൊട്ടേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ തൊട്ടേ നമ്മൾ അതിനൊരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്?
ഇപ്പം 8ാം ക്ലാസ് തൊട്ടെങ്കിലും മിനിമം ട്രെയിനിങ് ഇതിലത്തേക്ക് വരണം എന്നുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻജിനീയറിങ്ങിന്, അല്ലെങ്കിൽ അതുപോലെ മെഡിക്കൽ ഫീൽഡ്, പിന്നെ അതുപോലെ ഐസർ ഉണ്ട്, അതുപോലെ ഒരുപാട് കോളേജസ് ഉണ്ട്. ഇവിടെ എല്ലാം ഇപ്പം പൊതുവെ എൻട്രൻസാണ്. NDAക്കായാലും AFMCക്കായാലും എന്തിനും എൻട്രൻസാണ്. അപ്പോൾ അങ്ങനെ എൻട്രൻസിന് പോകണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 8ാം ക്ലാസ് തൊട്ട് ഒരു ബേസിക് ക്ലാസ് കൊടുക്കണം, എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. പക്ഷേ പാരൻസ് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് 11ാം ക്ലാസ്സും കഴിഞ്ഞ് 12ാം ക്ലാസ്സും കഴിഞ്ഞ് പിന്നെ 1 വർഷം എടുത്ത് എഴുതാമെന്ന്. അത് തെറ്റായ ധാരണയാണ്. അവൻ അവിടെ ചെന്നാലും ഒന്നും ആകത്തില്ല. നമ്മുടെ ഈ മനുഷ്യരുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് കോംപ്രമൈസിങ് ക്യാരക്ടേഴ്സ്, 2 കോമ്പീറ്റിംഗ് ക്യാരക്ടേഴ്സ്. ഈ 12ാം ക്ലാസ് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വളരെ നെസസറി ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒരു 10% താഴെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഒരു എൻട്രൻസ് എക്സാമിൽ കൂടെ അല്ലാതെ കടന്നു ചെല്ലാൻ വേണ്ടി കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു 85-90% മേഖലയിലേക്കും എത്തിപ്പെടണമെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതിയേ പറ്റും. അവിടെ ഒരു വിദ്യാർത്ഥിയുടെ കോമ്പിറ്റൻസ് എന്ന ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ ബെറ്റർ ആവേണ്ടത്. അത് ഏത് പ്രായത്തിൽ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8ാം ക്ലാസ് തന്നെയാണ്. കാരണം ആ ഒരു UP ലെവലിലേക്ക് എത്തുമ്പം മുതലേ ആ കുട്ടിയുടെ ഉള്ളിലെ കോമ്പിറ്റൻസ് എന്ന ക്യാരക്ടർ, അത് ഏത് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയോ ആയിക്കോട്ടെ, നീറ്റ് എന്നോ JEE എന്നോ ഐസർ എന്നോ NDA എന്നോ ക്ലാറ്റ് എന്നോ CLE എന്നോ ഇതൊന്നും ഒരു പ്രസക്തിയല്ല. പക്ഷേ കോമ്പീറ്റൻസ് എന്ന ക്യാരക്ടർ ബെറ്റർ ആക്കണമെങ്കിൽ ഒപ്പം ടൈം മാനേജ്മെൻറ്റ് അവർ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സംടൈംസ് ചില കുട്ടികളുണ്ട് പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C ഒക്കെ പുട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. ആ പ്ലാനുകൾക്കനുസരിച്ചിട്ടുള്ള റെഗുലറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ അത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയുണ്ട് അതിൽ ഇല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉൾപ്പെടെ അതിലേക്കുള്ള ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരണം. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ പറ്റും. അതിന് ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾ, ഞങ്ങൾ സഫയർ ആയിരുന്നാൽ തന്നെയും ഫൗണ്ടേഷൻ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട്. പ്രത്യേകിച്ചും നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാംസ്, അത് എപ്പോഴും നീറ്റ് അല്ലെങ്കിൽ JEE എന്തുകൊണ്ട് പറയപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ എഴുതുന്ന ഒരുപക്ഷെ ഹയസ്റ്റ് ലെവൽ ഓഫ് എക്സാംസ് ആണത്. ആ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു എക്സാമും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ 11-12 ക്ലാസ്സുകളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് അവർക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ ബേസ് 9-10 ക്ലാസ്സുകളിൽ വരുന്നതുൾപ്പെടെ അത് കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നതും കുട്ടികളിൽ യഥാർത്ഥത്തിൽ നല്ല റിസൾട്ടിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. സാർ, വേറൊരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നീറ്റ് പോലുള്ള ഒരു എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എത്രത്തോളം എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും? ഇത് 30%ഓളം കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. 70%ഓളം റിപ്പീറ്ററും റിപ്പീറ്ററും. എന്ന് വെച്ചാൽ ആദ്യം റിപ്പീറ്റ് ചെയ്യും, പിന്നെ കിട്ടാതെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന വ്യത്യാസം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വർഷം അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ 30 എന്നുള്ളതിലല്ല, അതിൽ കൂടുതൽ ഏതാണ്ട് ഒരു 50% കുട്ടികൾ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ നമുക്കുണ്ട്. ഫസ്റ്റ് ചാൻസിൽ അവർ എത്തിപ്പെടുകയും ചെയ്യാമായിരുന്നു. ഈ വർഷമാണ് അത് 30%-ലേക്ക് താഴ്ന്നത്. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴുണ്ടായ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നതിലുണ്ടായ ഒരു പിഴവ് തന്നെയാണ്. ഇനി അത് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ പറയുന്നത് അത് നമുക്കൊരിക്കലും എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണേണ്ട ഒരു കാര്യമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് തന്നെ നമുക്ക് പറയാം. അതിനൊരു മടിയും ആരും കാണിക്കേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യം നേടാൻ ഏതുവരെ സമയമുണ്ടോ അതുവരെയും നമുക്കതിനെ പിന്തുടർന്ന് നേടുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കോമ്പീറ്റൻസ് എന്ന ക്യാരക്ടറാണ് അവിടെ ബെറ്റർ ആക്കേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾ ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നേടുക തന്നെ ചെയ്യും. അവരുടെ സ്വപ്നം അവർ പിന്തുടർന്ന് തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെ സമയം ഒരു ഘടകമേ അല്ല എന്നുള്ളതാണ്.
ഇപ്പോൾ സാറ് നേരത്തെ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടൊന്ന് കണക്ട് ചെയ്ത് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലായി കഴിഞ്ഞാലും പല ന്യൂസുകളും വരുന്നുണ്ട്. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ലെവൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. സ്കൂളിലെ പഠനം അതോടൊപ്പം എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനും. അപ്പോൾ ആ ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഈ മാനസിക സമ്മർദ്ദം അത് നമ്മൾ വെല്ലുവിളികളും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുണ്ടാകുന്ന ഒരു സാധാരണ ഒരു പ്രതികരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ എൻട്രൻസ് പോലെയുള്ള ഒരു പരീക്ഷ എഴുതുന്ന ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനെ അഭിമുഖീകരിക്കുന്ന കുട്ടിക്ക് അത് സാധാരണയിൽ കവിഞ്ഞ് കൂടും. അപ്പോൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ താൻ മോശക്കാരനാകുമെന്നുള്ളൊരു ചിന്താഗതി ചെറുപ്പം മുതലേ കുട്ടികളിലുണ്ടാവും. ആ ഫെയിലുവർ, ആ പരീക്ഷ പേടി ആ കുട്ടികളിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പുസ്തകമുണ്ട്, ദി എക്സാം വാരിയേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എവരി വൺ ഷുഡ് സെലിബ്രേറ്റ് എക്സാമിനേഷൻ ആസ് എ ഫെസ്റ്റിവൽ വിത്ത് എന്തൂസിയാസം. ഓരോ പരീക്ഷയും കുട്ടികൾ ആഘോഷമുള്ള ഒരു ഉത്സവമാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ കുട്ടികളെ പരീക്ഷ 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 എന്ന് പറഞ്ഞ് രക്ഷിതാക്കളും അധ്യാപകരും, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളെ അടിക്കുന്ന അധ്യാപകരുണ്ട്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികളെ പരസ്യമായിട്ട് നിന്ദിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പോൾ ഈ പരീക്ഷാ ഭയമാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ബാഹ്യമായ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട്. പേരൻസ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സ്, അധ്യാപകരുണ്ടാക്കുന്ന സ്ട്രെസ്സ്, സമൂഹമുണ്ടാക്കുന്ന സ്ട്രെസ്സ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത് സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അവന് അനുകൂലമായ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ അത് അധ്യാപകരും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും സമൂഹവും എല്ലാം കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സ്ട്രെസ്സ് പല കുട്ടികളിലും ഏറ്റക്കുറച്ചിലുകൾ കാണും. പരീക്ഷ അടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ്. ആ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിലിരിക്കുന്ന കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ മെമ്മറി പവർ, കോഗ്നിറ്റീവ് ലേണിംഗ് എബിലിറ്റി, ചിന്താശക്തി എല്ലാം 50% കുറയും. പരീക്ഷ ഹാളിൽ നിന്ന് വെളിയിലൊരു നോക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ അവനറിയാം. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ചിന്താശക്തിയും ഓർമ്മശക്തിയും എല്ലാം 50% കുറയുന്നു. അതുകൊണ്ട് പല മിടുക്കരായ കുട്ടികളെയും പരീക്ഷയിൽ പിന്നോട്ടടിക്കുന്നത് അവൻ്റെ സ്ട്രെസ്സാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികളെ പിന്നോട്ടടിക്കുന്ന ഒന്ന് ഈ ജങ്ക് ഫുഡാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സർസൈസ് ഇല്ല. കുട്ടികളുടെ ശാരീരിക ക്ഷമത, വാസ്തവത്തിൽ ഈ റിപ്പീറ്റിന് പഠിക്കുന്ന പല കുട്ടികളും, ഞാൻ പഠിക്കുന്ന കുട്ടികളുണ്ട്, ആദ്യത്തെ 2 പീരീഡ് അവർ വളരെ വിജിലൻ്റ് ആയിരിക്കും. കുറേ കഴിയുമ്പോൾ അവർ പതുക്കെ ഉറങ്ങാൻ തുടങ്ങും. കാരണം രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഒരു ക്ലാസ് റൂമിൽ പഠിക്കാനുള്ള ആരോഗ്യം അവർക്കില്ല. കുട്ടികളെ എൻട്രൻസ് പോലുള്ള ഇൻറ്റൻസീവ് കോച്ചിങ്ങിന് പോകുമ്പോൾ ഈ കോച്ചിങ് നേരിടാനും അല്ലെങ്കിൽ ഇത് തരണം ചെയ്യാനുള്ള ആരോഗ്യം അവർക്കുണ്ടോ? അനീമിക്കായിരിക്കും. അവർക്ക് അയൺ ഡെഫിഷ്യൻസി കാണും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണും. ഇതൊന്നും ചിന്തിക്കുന്നില്ല. പരീക്ഷയിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞാൽ ആ കുട്ടിയെ കുറ്റം പറയുക എന്നുള്ളതല്ലാതെ ആ പരീക്ഷയിൽ മാർക്ക് നേടാൻ കഴിയാത്തത് അവൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണോ, അവൻ്റെ മാനസിക സംഘർഷം കൊണ്ടോ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് ഞാൻ രക്ഷിതാക്കളോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടി ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ ആ കോച്ചിങ്ങിനെ നേരിടാനും അതിനെ തരണം ചെയ്യാനുള്ള ആരോഗ്യം നിങ്ങളുടെ കുട്ടിക്കുണ്ടോയെന്ന് ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. പിന്നെ റെഗുലർ എക്സർസൈസ്, അതുപോലെ സ്ലീപ്പ് പാറ്റേൺ, നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ വേണം. ഒരു ദിവസം ചിട്ടയായിട്ട് 6-7 മണിക്കൂർ കുട്ടി ഉറങ്ങണം. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ആ ടൈം മാനേജ്മെൻറ്റ് പഠിക്കുന്ന കാര്യത്തിലും ടൈം മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന കാര്യത്തിലും ടൈം മാനേജ്മെൻറ്റ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കുട്ടികൾ പരീക്ഷ എഴുതുക, മാർക്ക് കിട്ടുക, കുറ്റം പറയുക, എത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു വാർത്തയാണ്. ഇപ്പം കേരളത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളിൽ 20 കുട്ടികൾക്കൊരു മെൻറ്റർ എന്നുള്ള രീതിയിലുള്ള ആലോചനയും അത് നടപ്പിലാക്കാനുള്ള സ്റ്റെപ്പും കേരളത്തിൽ എടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ ഈ കുട്ടികളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാനും അതിനെ പോസിറ്റീവായിട്ട് കണ്ടു മുമ്പോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അവരെ മുന്നിലേക്ക് നല്ല ഉന്നതിയിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കും, ഒരു സംശയമില്ല. പക്ഷേ ഈ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജയപ്രകാശ് സാർ പറഞ്ഞ പോലെ തന്നെ ഉറക്കശീലങ്ങൾ, ഒരു സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞങ്ങൾ സഫയറിൽ യഥാർത്ഥത്തിൽ കുട്ടികളെ ആദ്യമേ ട്രെയിൻ ചെയ്യിക്കുന്നത് ഹൗ ടു പ്ലാൻ എ ഡേ എന്ന് പറയുന്ന ഒരു സെഷനിലേക്കാണ്. ഒരു ദിവസം നമുക്കെങ്ങനെ ചിട്ടപ്പെടുത്തിയെടുക്കാം. ചിട്ടയായ പഠന രീതിയിൽ കൂടെ മാത്രമേ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതല്ലാതെ എങ്ങനെയോ പഠിച്ച് ബാക്കിയെല്ലാം
അതിൽ ഒരു റിസൾട്ട് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊരു ബെസ്റ്റ് റിസൾട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഉറക്കമെണീക്കുന്ന സമയം മുതൽ തന്നെ അതൊരു ഫിക്സഡ് ടൈം, എല്ലാ ദിവസവും ഒരുപോലെ എന്ന് കണ്ട രീതിയിൽ ഞായറോ തിങ്കളോ തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ഇട്ട് ഈ UP ലെവൽ മുതൽ തന്നെ കുട്ടികൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകത്തുള്ളൂ. അത് ഈ CUET എന്ന എൻട്രൻസ് എക്സാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, ഒരു 8 വർഷം മുമ്പ് നടപ്പിലാക്കപ്പെടുമ്പോഴത്തേക്ക്, അതിനു മുമ്പേ ഉണ്ടായിരുന്നു, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ഒരു 256 യൂണിവേഴ്സിറ്റികളിലേക്ക് ഡിഗ്രി തല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ കൂടി 12ാം ക്ലാസ് കഴിഞ്ഞാൽ CUET എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ അതിൽ തുടക്കകാലങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ 50-ൽ താഴെ ആയിരുന്നു. ആദ്യത്തെ 2 വർഷങ്ങളിൽ 50-ൽ താഴെ. മുൻകാലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2500ഓളം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയ സ്ഥലം 50-ൽ താഴേക്ക് ചുരുങ്ങി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മളത് റിക്കവർ ചെയ്തു. ഇപ്പോൾ എന്ന് പറയുന്നത് പഴയ ലെവലിനേക്കാളും നല്ലൊരു രീതിയിൽ കേരളത്തിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട്. ചുരുക്കം ഇത്രയേ ഉള്ളൂ, കേരളത്തിലെ വിദ്യാർത്ഥികൾ മിടുക്കരാണ്. അവർക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് കിട്ടുന്നു, അവരെ ചിട്ടയായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരകങ്ങൾ നമ്മൾ അവിടെ കൊടുത്തേ പറ്റും. പ്രേരണ കൊടുത്തേ ഉണ്ടോ എന്നുകൂടെ അറിയത്തില്ല പലർക്കും. ഉള്ളത് ഈ പറയുന്ന CUET എന്താണെന്നോ, അങ്ങനെ ഉണ്ടോ കോഴ്സ്, അതിൽ എന്തൊക്കെ കോഴ്സുകളുണ്ടെന്നോ അതൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം നമ്മളൊരു ഏതെങ്കിലും ഒരു സ്കൂൾ എടുക്കുകയാണെങ്കിൽ ഒരു LKG ക്ലാസ്സിൽ പോകുന്നതും +2 ക്ലാസ്സിൽ പോകുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഒച്ചയും ബഹളം കാണും. LKG +2 ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് സൈലൻ്റ് ആവും. LKGയിലൊക്കെ പഠിക്കുമ്പോൾ ചെറുപ്രായത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഓരോ ക്ലാസ് കഴിയും തോറും സംശയങ്ങൾ കുറഞ്ഞു വരും. അല്ലെങ്കിൽ അത് ചോദിക്കാമോ, ആ ഒരു ഡൗട്ട്, ചോദ്യം ചോദിക്കാനുള്ളൊരു മടി, അതിനുള്ള റീസൺ അത് വാസ്തവത്തിലൊരു നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ എണീറ്റ് നിന്ന് അധ്യാപകനോടൊരു സംശയം ചോദിക്കാൻ പല കുട്ടികൾക്കും മടിയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എണീറ്റ് നിന്ന് സംശയം ചോദിക്കുമ്പോൾ മറ്റ് 49 കുട്ടികളും ഈ കുട്ടിയെ ശ്രദ്ധിക്കും. മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും. അതൊഴിവാക്കാൻ മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുവെന്ന് കാണുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സുണ്ട്, ഒരു സോഷ്യൽ സ്ട്രെസ്. അപ്പോൾ കുട്ടി എണീക്കുന്നില്ല. രണ്ടാമത്, ആ കുട്ടി ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒരു മണ്ടൻ ചോദ്യമാണെങ്കിൽ അധ്യാപകൻ ഇത്ര മണ്ടത്തരം ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ സ്നബ് ചെയ്ത് അവിടെ ഇരുത്തും. ആ ഒരു ഭയം. ഇനി അതുമല്ലെങ്കിൽ ഒരു കുട്ടി എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഒരു വലിയൊരു പഠിത്തക്കാരന് വന്നിരിക്കുന്നു, ഈ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ താഴത്തെ ക്ലാസ്സിൽ അധ്യാപകർ നിരുത്സാഹപ്പെടുത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾ എണീറ്റ് നിന്ന് അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ്, അവനൊരു സദസ്സിൽ എണീറ്റ് നിന്ന് ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുക. നമ്മുടെ ഇന്നത്തെ മുതിർന്നവർക്ക് പോലും ഒരു സദസ്സിൽ നിന്ന് പ്രസംഗിക്കാനൊക്കത്തില്ല. ഒരു സദസ്സിൽ കയറിയാൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാവും. ഒരു പൊതു സദസ്സിൽ 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പലർക്കും സ്ട്രെസ് ഉണ്ടാകുന്നത് അവൻ ക്ലാസ്സിൽ എണീറ്റ് നിന്ന് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് കുട്ടികളെ മാക്സിമം അധ്യാപകർ അവൻ എന്തെങ്കിലും മണ്ടത്തരം ചോദിച്ചോട്ടെ, തെറ്റായ ഉത്തരം പറഞ്ഞോട്ടെ, അതിനെ എൻകറേജ് ചെയ്യണം. എണീറ്റ് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാനും സംശയങ്ങൾ ചോദിക്കാനുമുള്ള അവസ്ഥ ഉണ്ടാക്കിയാൽ ഭാവി ജീവിതത്തിൽ അവൻ ആരുടെയും മുമ്പിൽ തളർന്നു പോകത്തില്ല. പക്ഷേ ഇന്ന് ഒരിടത്തും അങ്ങനെയില്ല. കുട്ടികൾ സംശയം ചോദിക്കുന്ന പൊതുവേ അധ്യാപകർ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നാണ്. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങളവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ സംശയം ചോദിക്കണം, ഡൗട്ട്സ് ചോദിക്കാവുന്നിടത്തോളം ചോദിച്ചേക്കണമെന്നാണ്. പക്ഷേ താഴത്തെ ക്ലാസ്സുകളിൽ അവർ പഠിച്ചു വന്ന സമ്പ്രദായം പെട്ടെന്ന് മാറാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കാണാപ്പാഠം പഠിച്ചെഴുതുക, ഒരു സ്പൂൺ ഫീഡിംഗ് ആണ് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും നടക്കുന്നത്. കുട്ടി ഇപ്പോൾ ഒരു ടീച്ചർ ഒരു പാഠഭാഗം പഠിപ്പിച്ചു, പരീക്ഷയ്ക്ക് അത് ചോദിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ച നോട്ട് കോമയും ഫുൾ സ്റ്റോപ്പും മാറാതെ എഴുതിയാൽ 10-ൽ 10 മാർക്ക്. മറ്റൊരു കുട്ടി അവൻ്റെ സ്വന്തം ലാംഗ്വേജിൽ തെറ്റോടുകൂടി എഴുതിയാൽ അവന് 10-ൽ 2 മാർക്ക് കൊടുക്കുമെന്ന് മാത്രമല്ല, നിന്നോട് എന്ത് പറഞ്ഞു, നീ എന്തിനാ എഴുതി, ഞാൻ പഠിപ്പിച്ചങ്ങ് എഴുതിയാൽ പോരെ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രതിഭ തെളിയിക്കാനുള്ള അവസരം അവിടെ നശിപ്പിച്ച് അവനെ കാണാതെ പഠിച്ചെഴുതുന്ന സ്പൂൺ ഫീഡിങ് സമ്പ്രദായമാണ്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു തനതായ ആ ഒരു വ്യക്തിത്വം അവിടെ അവൻ തന്നെ കുഴിച്ചു മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ സംശയങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ബാക്കിയുള്ള കുട്ടികൾക്കും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കോഡിംഗ് ചിന്തിക്കാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവുന്നത്. കാരണം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്ററാക്ഷനാണ്, അല്ലാതെ സിനിമാ തിയേറ്ററിൽ ഇരിക്കുന്ന പോലെയല്ല.
സാറുമാർ പഠിപ്പിക്കുന്നു, കുട്ടികൾ കേട്ടോണം നോട്ട്, അതല്ല. ഇതൊരു മ്യൂച്വൽ, ഒരു റെസിപ്രോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചിലപ്പോൾ കുട്ടികൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും അധ്യാപകൻ തന്നെ ഈ ചോദ്യം, അപ്പോൾ അധ്യാപകൻ പറയും എനിക്ക് തൽക്കാലം ഇതിൻ്റെ ഉത്തരം പറയാൻ നോക്കത്തില്ല, നാളെ ഞാനിത് റെഫർ ചെയ്തിട്ട് പറയാം. അങ്ങനെ പറയുന്നവനാണ് നല്ല അധ്യാപകൻ. അറിഞ്ഞുകൂടാ എന്ന് കുട്ടിയുടെ അടുത്ത് തുറന്നു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അധ്യാപകൻ കൂടുതൽ സംശയം ചോദിക്കുന്ന കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അധ്യാപകൻ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടേ പോവുള്ളൂ. അതാണ്. അപ്പോൾ കുട്ടികളാണ് അധ്യാപകനെ അസസ് ചെയ്യേണ്ടത്. കുട്ടികളാണ്. ഈ പ്രാക്ടിക്കൽ കൊടുക്കാറുണ്ട്. അത് നമ്മൾ പഠിക്കുന്ന തിയറിയും ഈ സ്കൂളിൽ തരുന്ന പ്രാക്ടിക്കലും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ അവന് ജീവിതത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനപ്പെടുവാണ്. അപ്പം ആൾറെഡി ഇപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അവൻ വിചാരിക്കും നമുക്ക് ഇത് വെച്ച് അടുത്ത ഫ്യൂച്ചറിൽ കയറാമെന്ന്. അത് നമ്മുടെ സ്കൂളുകൾക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും പ്രാക്ടിക്കൽ വെച്ചിട്ടുണ്ട്. ഈ പ്രാക്ടിക്കൽ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇല്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫ്യൂസ് കെട്ടാൻ, അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ഫാൻ റിപ്പയർ ചെയ്യാൻ, ഇങ്ങനത്തെ നമ്മുടെ ജീവിത രീതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ കുട്ടിക്ക് അതിനോടുകൂടി ഒരു താല്പര്യം തോന്നും. ഇത് ഏതോ ഒരു എക്സ്പെരിമെൻറ്റ്, അത് പറഞ്ഞു കൊടുക്കുന്നതും വ്യക്തതയല്ല, അവൻ്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനും പോണില്ല. ഒന്നും വേണ്ട, ഒരു വാച്ച് റിപ്പയർ ചെയ്യും, പ്രാക്ടിക്കൽ വയ്ക്കാമായിരുന്നു. വച്ചാൽ ആ കുട്ടിക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. ഒരു TV റിപ്പയർ, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരണം. അതിന് കുറഞ്ഞ ക്ലാസ്സിന് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായേ പറ്റൂ. എങ്കിലേ നമ്മളെ കുട്ടികൾ എത്തേണ്ടിടത്ത് എത്തത്തുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടൊരു ഡൗട്ട്, ഇപ്പോൾ നമ്മൾ സ്കൂൾ ലെവലിലുള്ളത് പറഞ്ഞു, പാരൻസിനും ഇതിനൊരു റോളില്ലേ? ചെറിയ കുട്ടികൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ തൊട്ട് അത് അറിയാത്തത് ഇതുപോലെ മാറ്റി നിർത്തിയത് കൊണ്ടായിരിക്കില്ലേ സ്കൂളിൽ വരുമ്പോഴും അങ്ങനെ ഒരു കുട്ടികൾ എന്തെങ്കിലും സംശയങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ തന്നെ പലപ്പോഴും അവരെ നിരുത്സാഹപ്പെടുത്തും. കാരണം പലതരത്തിലുള്ള സംശയങ്ങളായിരിക്കും ആ കുട്ടി ചോദിക്കുന്നത്. ഒരുപക്ഷെ ആ കുട്ടി ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടായി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അച്ഛനും പറയും ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നു, അല്ലെങ്കിൽ വേറൊരു മാലാഹ കൊണ്ട് തന്നു. കാരണം 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സുള്ള കുട്ടി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പക്ഷേ ഇന്ന് ശാസ്ത്രം പറയുന്നത് 5 വയസ്സോ 6 വയസ്സോ കുട്ടിക്ക് പോലും അവന് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് കാര്യവും ശാസ്ത്ര സത്യങ്ങൾ ഒരു താഴ്ന്ന ലെവലിലുള്ള ഒരു കുട്ടിക്ക് പോലും ആ പറയുന്ന മനസ്സിലാകേണ്ട രീതി പറഞ്ഞു കൊടുത്താൽ മതി, ഗഹനമായിട്ടൊന്നും പറയണ്ട. അതുകൊണ്ട് കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിരുത്സാഹപ്പെടുമ്പോൾ അവന് പ്രകൃതിയിൽ നിന്നറിയാൻ, കാരണം നമ്മളെപ്പോഴും വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു 10, 15, 20% നമുക്ക് ഗുരുമുഖത്തു നിന്ന് കിട്ടുന്നു. ബാഹ്യമൊക്കെ നമുക്ക് നമ്മുടെ എൻവയൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ എൻവയൺമെൻറ്റുമായിട്ട് അവനെ ബന്ധിപ്പിക്കുന്നില്ല. പുസ്തകത്തിരുന്ന് പഠിച്ചോളുക. അങ്ങനെയുള്ള സംശയങ്ങൾ അവൻ കാണുമ്പോൾ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള സംശയങ്ങളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള സംശയങ്ങൾ അവൻ അച്ഛനോടോ അമ്മയോടോ ചോദിക്കുമ്പോൾ അവനെ അവിടെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയുമാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ. ആ ഗുരുനാഥന്മാർ ശരിയായ പിന്നെ ഒരു പ്രശ്നവുമില്ല. അല്ല, അതിലൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളിൽ ഇപ്പോൾ ഈ മത്സരം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ മത്സരത്തിനെന്ന് വെച്ചാൽ നല്ല ഒരു കറക്റ്റ് മത്സരമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പാരൻസ് തന്നെ കൂട്ടുകാരുടെ ഒരുമിച്ച് സ്കൂളിൽ പോകുമ്പം പറയും നീ പോണതൊക്കെ ശരിയാണ്, അവനെക്കാട്ടുള്ള 1 മാർക്ക് കൂടുതൽ മേടിച്ചിട്ടേ വരാൻ പാടുള്ളൂ. പിന്നെ അവനെ മാർക്ക് കൂടിയവനെ കാണുമ്പോഴേ അവന് അലർജിയാണ്, അവൻ്റെ കൂടെ പോകാൻ പറ്റത്തില്ല, അവിടെ സംസാരിക്കത്തില്ല. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് പാരൻസ്. അത് മാറ്റണം. മാറ്റിയിട്ട് അവൻ എന്താണോ വേണ്ടത് അതനുസരിച്ച് കൊടുക്കണം. ഈ സിബ്ലിങ്സ് തമ്മിലും ചേട്ടൻ നന്നായിട്ട് പഠിച്ചു, അപ്പം നീ അങ്ങനെയായിരിക്കണം. കമ്പാരിസൺ, ഫാമിലിയിൽ തന്നെയുള്ള കമ്പാരിസൺസും ഒരു പരിധിവരെ അതിന് ദോഷകരമായിട്ട് വരുന്നുണ്ട്. ഈ ക്ലാസ് മുറിയിൽ എണീറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന വിദ്യാർത്ഥികളിൽ ഇപ്പം മടിയുണ്ട്. തീർച്ചയായിട്ടും ജയപ്രകാശ് സാർ പറഞ്ഞ പോലെ വളരെയധികം മടി കാണിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മറ്റ് രീതിയിലുള്ള സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അവർ ചോദിച്ചില്ല അതുകൊണ്ട് വേണ്ട എന്നുള്ളതല്ല. അപ്പോൾ അതിന് ശേഷമുള്ള ഈ മെൻറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു പരിധി വരെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്കുള്ള സംശയങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ ഗ്രൂപ്പിൽ, ഈ സോഷ്യൽ സ്ട്രെസ് ഇല്ലാതെ, ഒരു ഗ്രൂപ്പിലില്ലാതെ പേഴ്സണലായിട്ട് അധ്യാപകരെ കണ്ട് ഡീൽ ചെയ്യാൻ വേണ്ടുന്ന ഒരു സംവിധാനം കൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായിട്ട് വരും. ഞങ്ങളൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഡിങ് ടൈമിൽ കുട്ടി വീട്ടിലായിരിക്കുന്ന സമയത്ത്, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ അത്രത്തോളം വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ മേഖലയെ ദുരുപയോഗം ചെയ്യാതെ നല്ല സതുദ്ദേശത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അത് ഏതൊരു സംശയവും മിനിറ്റുകൾക്കുള്ളിൽ കുട്ടിക്ക് ഉത്തരത്തിലേക്കും അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചിന്താ രീതി അധ്യാപകരുടെ ഭാഗത്തുനിന്നും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ കുറച്ചുകൂടെ ഓപ്പൺ ആകാൻ തുടങ്ങും, കുറച്ചുകൂടെ ധൈര്യപൂർവ്വം അവരുടെ സംശയങ്ങൾ, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. സംശയങ്ങളെക്കാൾ ഉപരി യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഐഡിയാസ്, ആ ഐഡിയാസ് മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു ധൈര്യം കുട്ടിക്ക് വരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് രക്ഷിതാക്കൾ വീട്ടിൽ ആ രീതിയിലൊരു സപ്പോർട്ട് കൂടെ കൊടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും കുട്ടിയുടെ ഒരു എക്സലൻറ്റ് പെർഫോമൻസിലേക്ക് വരാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, സ്റ്റുഡൻറ്റും ടീച്ചറും പാരൻറ്റും കൂടെ അടങ്ങുന്ന ഒരു ട്രയാങ്കിൾ ഫങ്ഷൻ, ആ ട്രയാങ്കിൾ ഫങ്ഷൻ പ്രോപ്പറായിരിക്കണം. അപ്പം അതിന് ഈ മെൻറ്റർ സിസ്റ്റം അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഇതൊക്കെ നമ്മുടെ ഒരു 8ാം ക്ലാസ് മുതലോ ഒരുപക്ഷെ അതിനു മുന്നേ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഒരു സംശയമില്ല, ഈ പറയുന്ന എൻട്രൻസ് എക്സാമിൻ്റെ ലെവൽ എന്തോ ആയിക്കോട്ടെ അതിലെല്ലാം നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ വരും കാലങ്ങളിൽ ഉണ്ടാവും, ഒരു സംശയമില്ല. ഇപ്പോൾ നമ്മൾ ഒരുപാട് എൻട്രൻസ് എക്സാമിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ നീറ്റും ജെഇയും അല്ലാണ്ട് ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥി ഏതൊക്കെ എൻട്രൻസ് ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ എഴുതാനായിട്ട്? ഇതിൽ ഒന്ന് ഐസർ ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം കേരളത്തിൻ്റെ അകത്ത് വിതുരയിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നൈസറുണ്ട്. നൈസർ എന്ന് പറഞ്ഞ ഇതേ കോളേജുകളിൽ തന്നെ കുറേ കോഴ്സുകൾ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോർട്ട് മാനേജ്മെൻറ്റ്, അതുപോലെ ഡയറി മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ CUET ഉണ്ട്, പിന്നെ ക്ലാറ്റ് ഉണ്ട്. അപ്പോൾ ലായുടെ ഇതെന്ന് വെച്ചാൽ ആൾ ഇന്ത്യ പരീക്ഷ നടത്തുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനം നടത്തുന്നുണ്ട്. ഇങ്ങനെ മെജോറിറ്റി 99% ഇപ്പോൾ എൻട്രൻസിൽ കൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് അതുമാത്രമാണ് CUET-യിൽ കൂടെ എടുക്കുന്നത്. CUET-യിൽ തന്നെ അവിടെ എക്സാം പാറ്റേൺ നോക്കുക, അത് വളരെ ബ്രില്യൻ്റായിട്ട് 12ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയെ ഏത് രീതിയിൽ ശ്രദ്ധിക്കണം. പേപ്പർ 1 വരുമ്പോൾ ലാംഗ്വേജാണ്, അവിടെ 1ഓ 2ഓ ലാംഗ്വേജുകൾക്ക് പ്രാവീണ്യം അവിടെ കാണിക്കാനുള്ള എക്സാം അവിടെ നടക്കുന്നുണ്ട്. 2 അവരുടെ കോർ സബ്ജക്റ്റാണ്. 28 കോർ സബ്ജക്റ്റുകൾ വച്ചിട്ടുണ്ട്. ആ കോർ സബ്ജക്റ്റുകൾക്ക് തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് അതിൽ ചില മാറ്റങ്ങളുണ്ടാവും. ഈ കോർ സബ്ജക്റ്റ് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കുക. ഇതുപോലെ ചില കോഴ്സുകൾക്ക് 3ാമതൊരു പേപ്പറുണ്ട്, ജനറൽ നോളജ് ഉൾപ്പെടെ കറണ്ട് അഫെയർസ്, ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ് സ്കില്ലും എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള 3ാമതൊരു പേപ്പറുണ്ട്. അങ്ങനെ ആ 3 പേപ്പറുകൾ ഒരു പക്ഷേ +2 തലത്തിൽ ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പലരും ഈ 1ാമത്തെ പേപ്പറോ 3ാമത്തെ പേപ്പറിനോ ഒരു പ്രാധാന്യം കൊടുക്കത്തില്ല. കറണ്ട് അഫെയർസ്, പത്രവായന എന്നൊക്കെ പറയുന്നത് അന്യം നിന്ന് പോയോ എന്ന് സഹിതം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പത്രം വായിക്കുന്നത് ഒരു കുറ്റകരമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന അടുത്ത ദിവസം പത്രം വരുന്ന കാര്യം തലേ ദിവസം അവർ അറിയുന്നുണ്ട്, പിന്നെ എന്തിനാ അവർ വായിക്കണം? ആ ഒരു ഇതാണ് ഇപ്പോഴും എല്ലാ കുട്ടികളുടെ ഇടയിലുള്ളത്. തലേ ദിവസം നമ്മളെല്ലാം കാണുന്നുണ്ട്, പിന്നെ അടുത്ത ദിവസം എന്തിനാണ് പത്രം വായിക്കുന്നത്? പക്ഷേ അത് ഒരു കോമ്പറ്റീവ് എക്സാമിന് പോകുമ്പോഴാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യണം, വായിച്ചതിലുള്ള ഗുണം എന്താണെന്ന്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു ഒരു കുട്ടി പഠിച്ച് ശനി ഞായറും ആയിക്കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരു വിഭാഗമുണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി പറഞ്ഞാൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ. പക്ഷെ ഇങ്ങനെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആ കുട്ടികളിലേക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പാരൻസും ടീച്ചേഴ്സും എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പോൾ സാറ് പറഞ്ഞതിൽ ഒരു 10% കുട്ടികളാണ് അറിഞ്ഞ് പഠിക്കുന്നത്. അവരെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലാസ് എടുത്ത് കൊടുത്താൽ മതി, ഒരു വീട്ടിൽ ചെന്ന് കറക്റ്റാണ്, ഒരു ഹാബിറ്റ് ആയിട്ടുണ്ട്. അത് അങ്ങനെ ആയിപ്പോകും. നമ്മൾ ഒരു വക പറയണ്ട, കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു വരും. പക്ഷേ 80% കുട്ടികൾ ബാക്കി കിടക്കുകയാണ്. അതിൽ 60% തള്ളിയാലേ നീങ്ങത്തുള്ളൂ. പരീക്ഷയിലുള്ള വിജയം എന്ന് പറയുന്നത് കുട്ടിയുടെ മാത്രമല്ല, വിദ്യാർത്ഥിയും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം കൂടി ചേർന്നാണ് കുട്ടിയുടെ വിജയം. അതായത് പഠിക്കുന്നത് മാത്രം കുട്ടിയുടെ ഉത്തരവാദിത്തം, അതിനുള്ള കാര്യങ്ങൾ ഒരുക്കി തരുന്നത്, പുസ്തകം വാങ്ങിച്ചു തരിക, ഫീസ് തരിക, ഡ്രസ്സ് വാങ്ങിച്ചാൽ മാത്രം അച്ഛനമ്മമാരുടെ ഉള്ളൂ. ബാക്കി മുഴുവനും ഇവൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതാണ് തെറ്റ്. ഈ കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അച്ഛനമ്മമാർക്കും പങ്കുണ്ട്, അധ്യാപകർക്കും പങ്കുണ്ട്, കുട്ടിക്കും പങ്കുണ്ട്, സഹപാഠികൾക്കും പങ്കുണ്ട്, സോഷ്യൽ സൊസൈറ്റിക്ക് പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട് അതിനകത്തുണ്ട്. ഈ ഫോക്കസ്ഡ് ആവാൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ അത് എത്രത്തോളം കുട്ടിയെ സഹായിക്കുന്നു എന്നുള്ളത്, ഒരു വ്യക്തി സിസ്റ്റമാറ്റിക് ആകുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഘടകം. സിസ്റ്റമാറ്റിക് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് എന്താണോ ലക്ഷ്യം അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനും പറ്റും. ഇനി അതിന് കൊടുക്കേണ്ട മോട്ടിവേഷൻ അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഓരോ കുട്ടിക്കും കിട്ടുന്ന അപ്രീസിയേഷൻ, അതേപോലെ ഫെയിലിയേഴ്സിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ്, അത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ.
ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞാൽ ശകാരിക്കുകയോ അല്ലെങ്കിൽ അതിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിന് പകരം ആ ഏതൊക്കെ ചോദ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ആ ഫെയിലിയർ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും കൃത്യമായി അത് തരണം ചെയ്യാൻ ആ ഏരിയ കവർ ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളത് അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഒരു സംശയവുമില്ല ബെസ്റ്റ് പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ പറ്റും. ഞങ്ങളത് കുട്ടികളോട് കൺവേ ചെയ്യുന്നത് പോസ്റ്റ് എക്സാം വർക്ക് എന്നുള്ള രീതിയിലാണ്. ഒരു എക്സാമിൽ കൂടെ പലതും പഠിക്കാനുണ്ട്. എക്സാമിന് മുന്നേ പഠിക്കുക എന്ന് പറയുന്നതിലുപരിയായിട്ട് ഓരോ പരീക്ഷകളും നമ്മുടെ മെയിൻ ടാർഗറ്റ് എക്സാമിന് മുന്നേ നടക്കുന്ന ഏതൊരു പ്രിപ്പറേറ്ററി എക്സാം ആയിരുന്നാലും അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്, റെക്ടിഫൈ ചെയ്യാനുണ്ട്. അപ്പോൾ റെക്ടിഫൈ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയാണ് ഈ ചോദ്യപേപ്പറുകൾ. പല വിദ്യാർത്ഥികളും ചോദ്യപേപ്പറിനെ ഒരു ശത്രുവായി കാണുമ്പോൾ ഞങ്ങൾ കുട്ടികളോട് പറയാറുള്ളത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ചോദ്യപേപ്പർ. പച്ചയ്ക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞു തരും നിനക്ക് എന്താ അറിയില്ല എന്ന് നമ്മളോട് സംവദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അതിനെ സ്നേഹിക്കാൻ പഠിക്കൂ. അത് നമ്മുടെ കുട്ടികൾക്ക് അത് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പറേറ്ററി എക്സാംസ് ഓരോ സ്റ്റെപ്പിലെയും പാളിച്ചകൾ മനസ്സിലാക്കി തിരുത്തി മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് മോട്ടിവേഷൻ, റെഗുലറായിട്ടുള്ള മോട്ടിവേഷൻ, അത് ആരുടെ ചുമതല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 1 അധ്യാപകരുടേതും 2 രക്ഷിതാക്കളുടേതുമാണ്. ഇപ്പോൾ നമുക്കിവിടെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ചോദിക്കും, ഇപ്പോൾ JEE ആയാലും നീറ്റ് ആയാലും ആ ഒരു എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിൻ്റെ അകത്ത് കാരണം വെച്ചാൽ ആദ്യത്തെ പാർട്ട് ന്യൂമറിക്കൽസ് തന്നെയാണ്. ന്യൂമറിക്കൽസ് ചെയ്ത് പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റും. അതിന് കുറഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു ട്രെയിനിങ് അത്യാവശ്യം. നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് മാറ്റി വെച്ചിട്ട് വെറുതെ ചില കുട്ടികളുണ്ട്, നമുക്ക് ഒരുപാട് ടേബിളുകൾ ഇവിടെ അവൈലബിൾ ആണ്, വാങ്ങിയിട്ട് ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നത്, പവർ എടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് ടേബിൾസ് അവൈലബിൾ ആണ്. അത് വാങ്ങി കുട്ടികളിൽ കൊടുത്ത് കൊച്ചിലെ തന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെത്തുമ്പം തന്നെ ക്യാൻസൽ ചെയ്ത് പോകുന്ന ന്യൂമറിക്കൽസ്, ആഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്, ആ ന്യൂമറിക്കൽ എബിലിറ്റി ആദ്യം ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. നമ്മളെ കുട്ടികൾ അങ്ങനെയല്ല, ഒരു ഗൈഡ് എവിടെ കിട്ടും എന്നാണ്, എല്ലാം കൂടെ ചുരുക്കി പരീക്ഷയ്ക്ക് കിട്ടും. അത് എൻട്രൻസിന് ഒരിക്കലും പറ്റത്തില്ല. എൻട്രൻസിന് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമേ ഇല്ല. അവർക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ വായിച്ചിരിക്കണം. അതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഒരു കുട്ടിക്ക് കോമ്പറ്റീവ് എക്സാമിനേഷൻ, പ്രത്യേകിച്ച് ഫിസിക്സിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ നീറ്റിൻ്റെയും JEEയുടെയും ക്വസ്റ്റ്യൻ പാറ്റേണിൽ മുൻകാലങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഈ വർഷം നീറ്റിൽ വന്ന മാറ്റം കൂടെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലെ എന്ന് പറയാം. പ്രത്യേകിച്ചും കെമിസ്ട്രിയുടെ ഒരു രീതിയിൽ ന്യൂമറിക്കൽസും ലെങ്തി ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് സുനിൽകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും NCERT ടെക്സ്റ്റ് ബുക്ക് വളരെ എക്സലൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള, കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസിൽ കൂടെ ഒരു വിദ്യാർത്ഥി അതിൽ പോയിരിക്കണം. ഒരാവർത്തിയല്ല, പറ്റുന്ന അത്രത്തോളം പ്രാവശ്യം ആ ഇതിൽ കൂടെ പോയിരിക്കണം, വായിച്ചിരിക്കണം. ഒപ്പം അതിൽ നിന്നുള്ള കീവേഡ്സ് എടുത്ത് എഴുതി അത് പ്രത്യേകം എൻട്രൻസ് നോട്ട്ബുക്കുകളായിട്ട് അവർ കീപ്പ് ചെയ്ത് അത് റെഫർ ചെയ്ത് എഴുതുക എന്ന് പറയുന്നതിന് വളരെ വലിയൊരു റോളുണ്ട്. അതിൽ നിന്നുള്ള കീവേഡ്സ് എഴുതുക, ഒന്ന് വായിക്കുക, അതിന് ശേഷം ഒന്നുകൂടെ വായിച്ച് അതിൽ നിന്ന് പോയിൻറ്റ്സ് പിക്ക് ചെയ്തെടുക്കുക, ഇക്വേഷൻസ്. ചിലത് നമുക്ക് ബൈഹേർട്ട് ആക്കേണ്ടതല്ലേ എന്ന് വെച്ചാൽ ടു എ സർട്ടൺ എക്സ്റ്റെൻഡ് അത് ബൈഹേർട്ട് ആക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് ചില കാര്യങ്ങൾ. അപ്പം അത് ബൈഹേർട്ട് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. റെഗുലറായിട്ട് ഒരു 40 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ നടത്തുന്ന റിവിഷൻസ് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഒരു മാറ്റർ ലോങ് ടേം മെമ്മറിയിലേക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഇതിൻ്റെ റിവിഷൻ റിക്വയർ ചെയ്യുന്നുണ്ട്. ഒരു 40 ഡേയ്സ് മിനിമം. ആ ഒരു 40 ഡേയ്സിലെങ്കിലും നമ്മൾ ആ റിവിഷൻസ് കുട്ടികൾ അറിഞ്ഞുകൊണ്ട് തന്നെ, ബോധപൂർവത്തിൽ തന്നെ, രക്ഷിതാക്കളും അറിഞ്ഞുകൊണ്ട് തന്നെ അതിനൊരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നീറ്റോ JEEയോ CUETയോ അല്ലെങ്കിൽ IAT ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ NDAയുടെ എക്സാംസോ ഏത് തന്നെ ആയിരുന്നാലും അതെല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ആ കുട്ടികൾക്ക് കഴിയും. അത്രത്തോളം നല്ല രീതിയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് ഇവിടെ കുട്ടികൾക്ക് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ കാണുന്ന ചെറിയൊരു കുറവ്, ചെറുതല്ല ഒരു വലിയൊരു കുറവ്, പ്രത്യേകിച്ചും ഈ ഒരു വർഷത്തിൽ നടന്നിട്ടുള്ളത്, അതാണ് നമ്മളെ ഒരല്പം ആശങ്ക പരത്തുന്ന ഒരു സാധനം. ബയോളജിയുടെ കാര്യം പറഞ്ഞാൽ നീറ്റിൻ്റെ 50% ചോദ്യങ്ങളും ബയോളജിയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതും ബയോളജിയിൽ നിന്നാണ്. ബയോളജി സാധാരണഗതിയിൽ 95% ചോദ്യങ്ങളും NCERT ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെ വരാറില്ല.
അതുകൊണ്ട് NCERT ടെക്സ്റ്റ് വള്ളി പുള്ളി വിടാതെ മനസ്സിരുത്തി വായിക്കണം. വായിച്ചാൽ മാത്രം പോരാ, അതിനകത്തുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. അതിനകത്ത് നമ്മൾ ചിലപ്പോൾ വളരെ അപ്രസക്തമെന്നും ഈ അൺഇമ്പോർട്ടൻ്റ് എന്നും വിചാരിക്കുന്ന ഭാഗത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു സെൻറ്റൻസ് പോലും വിടാതെ വ്യക്തമായിട്ടും മനസ്സിരുത്തി വായിക്കുക. ഒരു ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് കുറിച്ച് വയ്ക്കുക. ആ ചാപ്റ്റർ ഒരു മാസങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വായിക്കുമ്പോൾ വീണ്ടും വേറെ കുറേ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇത് റിപ്പറ്റീഷൻ, റിവിഷൻ അങ്ങനെ പല പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി നല്ല സ്ട്രോങ് ആവും. അപ്പോൾ NCERT ടെക്സ്റ്റ് മനസ്സിരുത്തി വായിക്കുക. ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10-25 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക. അങ്ങനെ വേണം ഈ വാസ്തവത്തിൽ ബയോളജി പഠിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് എൻട്രൻസ് എക്സാമിനെ പറ്റി പറഞ്ഞു, അതിലേക്ക് വിജയിക്കാനായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. ഈ വിജയിക്കാൻ പറ്റാത്ത ആൾക്കാരോട് എന്താ പറയാനുള്ളത്, അങ്ങനെയുള്ള കുട്ടികളോട്? അങ്ങനെയുള്ള കുട്ടികളും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഫീൽഡിൽ അവർ വിജയിക്കും. ഞാൻ എല്ലാ കുട്ടികളുടെയും പറയുന്ന ഒറ്റ കാര്യങ്ങൾ, വർക്ക് ഈസ് ഓർ ഷീ. ഞാൻ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ സ്നേഹിക്കുക. ഇപ്പം തട്ടുകട നടത്തുകയാണ്, അവൻ ഹോട്ടൽക്കാരനാവാറുണ്ട്, വലിയ വലിയ ഹോട്ടലാവും. ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഇപ്പോൾ പഠിച്ചവൻ എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല, മെഡിക്കലായിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ബട്ട് അവനൊരു ഫീൽഡുണ്ട്. ആ ഫീൽഡ് അവൻ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഒരാൾ കൈപിടിച്ച് അവനെ ഉയർത്തും. അവൻ തീർച്ചയായിട്ടും എത്തേണ്ടിടത്ത് എത്തുക തന്നെ ചെയ്യും. ഒരു കുട്ടിയും മോശമല്ല, എല്ലാ കുട്ടികൾക്കും കഴിവുണ്ട്. എന്തായാലും ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്കൂളിലായാലും കോളേജിലായാലും ടീച്ചേഴ്സ് പിള്ളേരുടെ അടുത്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ 3 ടീച്ചേഴ്സിനെയും അത് 3 ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ ഇരുത്തി എനിക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിരുന്ന് നിങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, നമുക്കൊക്കെ കിട്ടാതെ പോയ ടീച്ചേഴ്സാണ്. ഇതുപോലെ ആയിരിക്കണം ടീച്ചേഴ്സ്, ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കണം, പാരൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി ക്ലിയർ ഐഡിയ ഉള്ള 3 ടീച്ചേഴ്സാണ് എൻ്റെ മുമ്പിൽ ഇരിക്കണേ എന്നുള്ളത് മനസ്സിലായത്. നിങ്ങളോട് ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതും ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സമയത്തിനും എല്ലാത്തിനും നന്ദി. നന്ദി, നമസ്കാരം. താങ്ക് യു.